108 ആംബുലൻസിൽ EMT ജോലി വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ചെന്ന പരാതിയുമായി പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾ രംഗത്ത്. കഴക്കൂട്ടത്തുള്ള GVK എന്ന സ്ഥാപനത്തിനെതിരെയാണ് ആരോപണം ഉയരുന്നത്. ജോലി വാഗ്ദാനം വിശ്വസിച്ച ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ പെരുവഴിയിലായ സ്ഥിതിയിലാണ്. 108 ആംബുലൻസിൽ ജോലി വാഗ്ദാനം ചെയ്ത പാരാമെഡിക്കൽ ഉദ്യോഗാർത്ഥികളെ GVK എന്ന സ്ഥാപനം വഞ്ചിച്ചതായി പരാതി. GVK എന്ന സ്വകാര്യ കമ്പനി 108 ആംബുലൻസ് സർവീസ് നടത്താനായി സർക്കാരിൽ നിന്ന് 5 വർഷത്തേക്കാണ് കരാർ എടുത്തിരിക്കുന്നത്. ഈ കമ്പനിയാണ് ആംബുലൻസിലേക്ക് വേണ്ട ജീവനക്കാരെയും നിയമിക്കുന്നത്. 1 മാസത്തെ പരിശീലനത്തിന് ശേഷം എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യനായി ജോലി നൽകാമെന്ന വാഗ്ദാനം വിശ്വസിച്ചെത്തിയ 89 ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ പെരുവഴിയിലായിരിക്കുന്നത്. നമ്മുടെ ആരോഗ്യമന്ത്രിയെ കാണാൻ നമുക്ക് ഇതുവരെയ്ക്ക് സാധിച്ചിട്ടില്ല. നിയമസഭയിലും പോയി നമുക്ക് കാണാൻ പറ്റിയില്ല. സെക്രട്ടേറിയറ്റിലും തിരക്കാണ്. നമ്മൾ PA കണ്ട് നമ്മുടെ നിവേദനം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിക്കാൻ പറ്റി. മുഖ്യമന്ത്രിയോട് സംസാരിച്ചപ്പോൾ ആരോഗ്യമന്ത്രിയായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇന്ത്യയിൽ ആഡ് കണ്ടിട്ടാണ് അവരെ വിളിക്കുന്നത്. അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞു നമ്മൾ ഓൾറെഡി വേറെ ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ്, മെഡിക്കൽ ഫീൽഡിൽ തന്നെ വേറെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ വർക്കിങ്ങിലാണെന്ന് പറഞ്ഞപ്പോഴത്തേ അവർ പറഞ്ഞത് കുഴപ്പമില്ല, നിങ്ങളെല്ലാം റിസൈൻ ചെയ്ത് വന്നോ, ഇവിടെ 30 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞോട്ട് നിങ്ങൾ ഉറപ്പായിട്ട് ജോലി, അതായത് 20-ാം തീയതി നമ്മളെ പ്ലേസ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ള ജോലിക്ക്. പക്ഷേ ഇപ്പം ഒന്നുമില്ലാതെ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് രാജിവെച്ചാണ് ഭൂരിഭാഗം പേരും ഈ കോഴ്സിനായി ചേർന്നത്. എന്നാൽ കഴക്കൂട്ടത്തുള്ള SNDP ഹാളിൽ 13 ദിവസത്തെ ക്ലാസുകൾക്ക് ശേഷം പെട്ടെന്ന് പഠനം നിർത്തുകയായിരുന്നു. സർക്കാർ GVKയുമായുള്ള കരാറിൽ നിന്ന് പിന്മാറിയെന്നാണ് സ്ഥാപനം ഇപ്പോൾ നൽകുന്ന വിശദീകരണമെന്നാണ് ഇവർ പറയുന്നത്. ഞങ്ങൾ വീട്ടിലും ഈ ലാസ്റ്റ് ഡേ ഞങ്ങൾ പറഞ്ഞു വിട്ട ശേഷം പിന്നെ ഞങ്ങളെ അവർ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഞങ്ങളടുത്ത ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം, ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങളെ ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ബുധനാഴ്ച, കഴിഞ്ഞ ശനിയാഴ്ച ആയിരുന്നു സംഭവിച്ചത്. അത് കഴിഞ്ഞിട്ട് ബുധനാഴ്ച ഞങ്ങൾ വീണ്ടും ഇവരെ കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്കും അവരാരും കോൾ എടുക്കുന്നതിൽ അങ്ങനെ ഡൗട്ട് അടിച്ചിട്ട് ഞങ്ങൾ ക്ലാസ്സിൽ പോയി. SNDP ഹാളിൽ പോയപ്പോഴത്തേക്കും HR വന്നിട്ട് സംസാരിച്ചു ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇതുപോലെ ക്ലാസ് ഒന്നും ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നിർത്തി വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ജോലി നിങ്ങൾ പ്ലേസ്മെൻറ്റ് ഉറപ്പ് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ റിസൈൻ ചെയ്ത് വന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു എന്തായാലും ഗവൺമെൻറ് ഭാഗത്തു നിന്ന് തീരുമാനം ഉണ്ടാവും, അപ്പോൾ ഞങ്ങൾ തിരിച്ച് വിളിക്കും, ഉറപ്പായിട്ടും ജോബിലോട്ട് കയറ്റും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് ജോലി ഉപേക്ഷിച്ചതിനാൽ പഴയ സ്ഥാപനങ്ങളിലേക്ക് തിരികെ പ്രവേശിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പാരാമെഡിക്കൽ ഉദ്യോഗാർത്ഥികൾ. മറ്റു ജില്ലകളിൽ നിന്നെത്തി ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് വാടക നൽകാനോ ഭക്ഷണത്തിനോ പോലും പണമില്ലാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഞങ്ങൾ നിൽക്കുന്ന ഹോസ്റ്റലിൽ അവർ ഞങ്ങളോട് പ്രശ്നം ഉണ്ടാക്കി, അതായത് ഇപ്പം റെന്റ് കൂട്ടിത്തരാം. ഞങ്ങളിപ്പം ഏകദേശം ഞങ്ങൾ ഒരു കുറച്ച് എമൗണ്ട് അവർക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അവർ ഉടനെ പറഞ്ഞു നിങ്ങൾ ഒരു 350 ഒരു ഡേ വെച്ചിട്ട് ഞങ്ങൾക്ക് 350 രൂപ 300 രൂപ വെച്ചിട്ട് അടയ്ക്കണം, പേയ്മെൻറ്റ് എക്സ്ട്രാ വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കൊടുക്കാൻ വില്ലിങ്ങൾ പറഞ്ഞപ്പോൾ അവർ ഞങ്ങളോട് ഇവിടെ നിന്ന് മാറിക്കോ, ഇവിടെ നിൽക്കേണ്ട, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. ഹോസ്റ്റലിൽ നല്ല ബുദ്ധിമുട്ട്, വീട്ടിൽ നിന്ന് നല്ല പ്രശ്നമുണ്ട്. ജോലി റിസൈൻ ഇട്ടിട്ടാണ് ഞാൻ ഇറങ്ങിയത്. തങ്ങളെ കബളിപ്പിച്ച സ്ഥാപനത്തിൽ നിന്നും വാഗ്ദാനം ചെയ്ത ജോലിയോ തങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരമോ വേണമെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. 108 ആംബുലൻസിൽ ജോലി വാഗ്ദാനം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി ഉപേക്ഷിച്ചവർക്ക് ഇപ്പോൾ ശമ്പളവുമില്ല, ജോലിയുമില്ല. സർക്കാർ അനുകൂല നടപടി എടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ജ്യോതിഷ് ജനാർദ്ദനൻ, ജനം, തിരുവനന്തപുരം.